ജെംസ് കിച്ചണിലേക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കപ്പഴം ചേർത്തുള്ള ഒരു നൂലപ്പം തയ്യാറാക്കാം. ചില നാടുകളിൽ അത് ഇടിയപ്പം എന്ന് പറയും. വളരെ ഈസി ആയിട്ട് ഈ നൂലപ്പം നമുക്ക് തയ്യാറാക്കാം. ഞാനിത് തയ്യാറാക്കാനായിട്ട് വരിക്ക ചക്കപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതൊരു 10 ചുളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചക്കപ്പഴം എടുക്കുന്നത് നമ്മുടെ ആവശ്യാനുസരണം, എത്ര ഇടിയപ്പം ഉണ്ടാക്കണമെന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ ആവശ്യാനുസരണം നമുക്ക് ചക്കപ്പഴം എടുക്കാം. ഈ ചക്കപ്പഴം ഒന്ന് ഞാൻ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇടിയപ്പത്തിൻ്റെ അച്ചിൽ കൂടെ നൂല് ഇറങ്ങി വരണമെങ്കിൽ ഒട്ടും തരങ്ങില്ലാതെ വേണം. അപ്പം ചക്കപ്പഴത്തിൻ്റെ ആണെങ്കിലും അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ നമുക്കൊന്ന് അരച്ചിട്ട് വലിയ കണ്ണുള്ള അരിപ്പയിൽ അരിച്ചും കൂടി എടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഈ നൂലപ്പം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ചെറിയ കഷ്ണങ്ങൾ വന്ന് ബ്ലോക്ക് ആവും. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് കിട്ടണമെങ്കിൽ തരങ്ങില്ലാതെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് ചെറിയ പീസാക്കി മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിന് വെള്ളം ചേർത്താണല്ലോ കുഴയ്ക്കുന്നത്. നന്നായിട്ട് അരഞ്ഞ് കിട്ടണമെങ്കിലും ഇതൊന്ന് അരിച്ചെടുക്കണമെങ്കിലും ചക്കപ്പഴം തന്നെ അരച്ചാൽ അത്ര അരഞ്ഞ് കിട്ടുകയില്ല, അരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് തന്നെ ഇത് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്താണ്, എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത ചക്കപ്പഴം വലിയ കണ്ണുള്ള അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അധികം തരമൊന്നുമില്ല. വെള്ളം ചേർക്കാതെ അരയ്ക്കുവാണെങ്കിൽ എങ്ങനെയായാലും കുറച്ചൊക്കെ പീസുകൾ ഇതിൻ്റെ അകത്ത് കാണും. ഇപ്പം വെള്ളം ചേർത്ത് അരച്ചുകൊണ്ട് ഒട്ടും പീസില്ലാതെ നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കപ്പഴം ചേർത്ത് നൂലപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ചൂടുകട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഈ ചക്കപ്പഴം അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കിയൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ അധികം ചൂടാക്കണ്ട. ഇത് അധികം ചൂടാക്കി വെള്ളം വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് കട്ടയാവും. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെള്ളം ചേർത്ത് അരച്ചതിൻ്റെ ആ വെള്ളം ഒന്ന് പറ്റിയാൽ മതി. അപ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടെ വരും. നമ്മളെന്തായാലും ഇതിലേക്ക് ഇടിയപ്പത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. സാധാരണ നമ്മൾ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഇടിയപ്പം തയ്യാറാക്കുമ്പോൾ ചേർക്കുന്നത്. ഇത് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം മതി. കാരണം ചക്കപ്പഴത്തിൻ്റെ ഒരു നനവും കൂടെ ഉണ്ടല്ലോ. അധികമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നിരക്കി ആവി കയറുവോളം ഒന്ന് ഇളക്കിയാൽ മതി. നിരക്കെ ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെള്ളവും ചക്കപ്പഴം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കപ്പഴത്തിന് മധുരം കുറവാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം ഞാനിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. മധുരം ഉണ്ട്, എന്നാലും ഇടിയപ്പത്തിന് കുറച്ച് മധുരം മുന്നോട്ട് നിൽക്കാനായിട്ട് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ചേർത്തു. ഇടിയപ്പം നമ്മൾ വാട്ടിക്കുഴയ്ക്കാറാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചൂടായി തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് അരിപ്പൊടി ചേർത്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം അധികം ആയാലും കുഴപ്പമില്ല കേട്ടോ. വെള്ളം അധികം ആയെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടുതലൊന്ന് ഇളക്കി എടുക്കണമെന്നേ ഉള്ളൂ. ഇനി വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചത് ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. വറുത്ത പൊടിയാണ് എടുക്കുന്നത്. അതിൻ്റെ വറവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറയൊക്കെ ചെയ്യും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് അരിപ്പൊടി ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ലോയിലാക്കി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെ ആ നനവ് കറക്റ്റായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിൽ തന്നെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടിയുടെ നനവൊന്ന് നന്നായിട്ട് മാറി നന്നായിട്ട് എല്ലായിടും ഒരുപോലെ നനഞ്ഞു വരുവോളും നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നൂലപ്പത്തിന് നല്ല മഞ്ഞ കളറും ഉണ്ട്. പൊടി വാട്ടി കുഴയ്ക്കുകയും ചെയ്തു. ഇനി നമുക്കിത് കുറച്ച് ചൂട് മാറിക്കഴിയുമ്പം നൂലപ്പത്തിൻ്റെ അച്ചിലേക്കിട്ട് നമുക്ക് നൂലപ്പം തയ്യാറാക്കാം. നൂലപ്പത്തിൻ്റെ അച്ചിൽ മാവ് നിറയ്ക്കുമ്പോൾ നന്നായിട്ട് ഫില്ല് ചെയ്തിടരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടേ ഇടാവുള്ളൂ. അതാണ് നൂലപ്പം പിച്ചെടുക്കാനായിട്ട് എളുപ്പം. ഇനി നൂലപ്പം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ഏലക്കായും പഞ്ചസാരയും കൂടെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല. ഇതിലേക്ക് നൂലപ്പം നല്ല ഷേപ്പിൽ റൗണ്ടിൽ നമുക്കെടുക്കാം. നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വേണമെങ്കിൽ ചെറിയ നൂലപ്പമായിട്ടുണ്ടാക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിലും തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഇടയ്ക്കിടുന്നില്ല, താഴെ ഇട്ടു. ഇനി കുറച്ച് മുകളിലൊന്ന് വിതറുന്നതേ ഉള്ളൂ.
ഒരു നൂലപ്പം നമുക്കിങ്ങനെ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ തേങ്ങയിട്ട് നമുക്ക് സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി നൂലപ്പം കൂടെ റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഒന്നിച്ച് സ്റ്റീമറിൽ തയ്യാറാക്കാം. ഇപ്പോൾ സ്റ്റീം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള നൂലപ്പം തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. ഇതിലേക്ക് കുറച്ച് ഏലക്കായും ശർക്കരയും തേങ്ങയും കൂടെ ചേർത്ത് കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റിന് ഇതിൻ്റെ കൂടെ പുഴുങ്ങിയതോടെ ആയെങ്കിൽ കംപ്ലീറ്റ് ബാലൻസ്ഡ് ഫുഡായി. നമുക്ക് ചക്കപ്പഴത്തിൽ ഫൈബർ ധാരാളം ഉണ്ട്, പല വിറ്റമിൻസും ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് അരിപ്പൊടിയിലുണ്ട്. പിന്നെ പ്രോട്ടീനിൻ്റെ കുറവേ ഉള്ളൂ. പ്രോട്ടീൻ ഒരു മുട്ട പുഴുങ്ങിയതോടെ ആയി കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടൊരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. ഇതുപോലെ ചക്കപ്പഴം കൊണ്ട് നൂലപ്പം ഉണ്ടാക്കി കഴിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്